ഏറ്റവും നല്ല വാക്ക് പറഞ്ഞ് സമാധാനത്തോടുകൂടെ ക്ഷണിക്കണം. എങ്കിലേ ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഏറ്റവും വലിയ മോട്ടിവേറ്റ്, ഏറ്റവും വലിയ സൈക്കോളജിയും അതാണ്. നല്ലത് പറയണം. നല്ലത് പറഞ്ഞാലാണ് ആളുകൾ നമ്മോടൊപ്പം ഉണ്ടാക്കുക. നമ്മൾ എന്ത് പ്രയാസപ്പെട്ടാലും, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, എത്രമാത്രം ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നാലും നല്ല സംസാരം നമ്മുടെ മുഖമുദ്രയായിരിക്കണം. നല്ല സംസാരം നല്ല സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. സംസാരം നല്ലത് രൂപപ്പെടുമ്പോൾ സംസ്കാരം നന്നാവുന്നു. അതുകൊണ്ട് തന്നെ നല്ലത് പറയാൻ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടവരാണ് നാം. ഏറ്റവും കൂടുതൽ നല്ലത് പറയാൻ വേണ്ടി എല്ലാവിധ മോട്ടിവേറ്റും നമുക്കുണ്ട്. പരിശുദ്ധ ഖുർആൻ, ഹദീസ്, ഇതുപോലെ തന്നെ ഇമാമിങ്ങളുടെ വാക്കുകൾ, ഇക്കാലത്തും ജീവിച്ചിരിക്കുന്ന മഹാന്മാരുടെ വാക്കുകൾ, ഇതെല്ലാം നല്ലത് പറയാൻ വേണ്ടി ഒരുപാട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സൈക്കോളജി, അതാണ് യുക്തി, അതാണ് ഏറ്റവും നല്ല വിവരമുള്ളവർ കൈകാര്യം ചെയ്യുന്നത്. നല്ല വാക്കുകൾ പറയണം. എങ്ങനെയാണ് നല്ല വാക്കുകൾ പറയാൻ കഴിയുക? പ്രതിസന്ധി ഘട്ടത്തിലും നല്ലത് മാത്രം പറയുന്നവർക്ക് വലിയ സ്വർഗമുണ്ടല്ലോ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ സത്യം മാത്രം പറയണം. എന്ത് പ്രയാസഘട്ടത്തിലും സത്യം മാത്രം പറയണം. എന്നാൽ നിങ്ങളുടെ നല്ലത് പറയൽ കൊണ്ട് ഒരു പ്രതിഫലമുണ്ട്. തീബുൽ കലാം, നല്ലത് പറയുക എന്നുള്ളത്, നല്ല സംസാരം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട അമലായി അല്ലാഹു തആല മുസ്ലിമീങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം നൽകും ആഖിറത്തിൽ എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ മിനിങ്ങളെ നമ്മൾ. ഈ അടുത്ത് കോഴിക്കോട് ഒരു സൈക്കോളജി ക്ലാസ് നടന്നു. എന്താണ് ബിസിനസ്സുകാർക്കുള്ള ഒരു കോൺക്ലേവ് ക്ലാസ്സിൽ മുട്ടൻ തെറിയുമായിട്ടാണ് ഒരു കിം ജോക്കർ എന്ന് പറയുന്ന ഒരാൾ വന്നത്, അല്ലേ? അദ്ദേഹം മുട്ടൻ തെറിയുമായി വന്ന് വളരെ മോശമായ രൂപത്തിൽ ആളുകൾ അഭിസംബോധനം ചെയ്തു, സംസാരിച്ചു. ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ തെറിയഭിഷേകം നടത്തലാണോ എന്ന് പോലും പലരും ചോദിച്ചു പോയി. അങ്ങനെയൊന്നും ഒരിക്കലും സംസ്കാരം അനുവദിക്കുകയില്ല. ഇസ്ലാമിൽ നല്ല സംസ്കാരമുണ്ട്. അദ്ദേഹം സൈക്കോളജി വശം പഠിച്ചത് കൊണ്ടാകാം അങ്ങനെ മറ്റു വിഷയങ്ങൾ, മതങ്ങളെക്കുറിച്ചൊന്നും പഠനം നടത്തിയിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. എന്നാൽ ഇസ്ലാമിനെക്കുറിച്ച് അദ്ദേഹം പഠിക്കുകയാണെങ്കിൽ ഇസ്ലാമിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നല്ലത് പറയാനാണ് കൽപ്പിക്കുന്നത്. എല്ലാവരോടും പുഞ്ചിരി തൂകാനാണ് ഇസ്ലാം ആജ്ഞാപിക്കുന്നത്. എല്ലാവർക്കും നല്ലത് വരണമെന്നാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത്. ശത്രുവിനെ പോലും സ്നേഹത്തോട് കൈകാര്യം ചെയ്യണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആരെയും അവഹേളിക്കരുതെന്നാണ് മതം പറയുന്നത്. ഇസ്ലാമികപരമായ പ്രമാണങ്ങൾ തുറന്നു നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത് നല്ലതിന് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്, നന്മയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. നല്ലത് പറയുന്നത് ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട്. ഇല്ല, നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, ഇല്ല ഏത് തളരുന്ന അവസ്ഥയിലും മനസ്സ് തളരാതെ ശരീരം തളർന്നാലും മാനസികമായി സപ്പോർട്ട് നൽകുന്നത് നല്ല വാക്കുകളാണ്. നല്ല വാക്കാണ്. നമ്മൾ ഒരാളടുത്ത് നമുക്ക് ആവശ്യമായ 1,00,000 രൂപ കടത്തിന് വേണ്ടി പോയി, വളരെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരാളെടുത്ത് നമ്മൾ 1,00,000 രൂപ പ്രതിസന്ധി ഘട്ടത്തിൽ കടത്തിന് വേണ്ടി പോയി. അദ്ദേഹം നമുക്ക് ഒരു 50,000 രൂപ തന്നു എന്ന് വെക്കാം. ബാക്കി 50,000 നമ്മൾ മറ്റു പലരോടും ഒപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. പക്ഷെ അദ്ദേഹം നമ്മളെ നന്നായി ആക്ഷേപിച്ചു. എന്തിനാണ് ഇതൊക്കെ വാങ്ങുന്നത്, വാങ്ങി അടുക്കാൻ കഴിയും, അങ്ങനെ വളരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിൽ നിന്ന് വേങ്ങേണ്ടില്ലായിരുന്നു എന്ന് പോലും നമുക്ക് തോന്നിപ്പോയി ഒരു വേള. എങ്കിൽ വേറൊരാൾക്ക് നമ്മൾ പോയി, അദ്ദേഹം 1 രൂപ പോലും തന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ കാര്യമൊക്കെ നാഥൻ സലാമത്താക്കും. പലരും ഇതുപോലെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ എൻ്റെ കയ്യിലൊന്നുമില്ല, നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടി ഞാനും ശ്രമിച്ചു നോക്കാം, നമുക്ക് മറ്റുള്ളവരോടൊക്കെ ചോദിക്കാം, ഇൻഷാ അല്ലാ നിങ്ങളുടെ ക്യാഷ് പെട്ടെന്ന് പലരുമായി ഞാൻ ചോദിച്ച് എത്തിക്കാനുള്ള ശ്രമം നടത്താം. എന്നാൽ കേവലം 1 രൂപ പോലും തരാത്ത ആ വ്യക്തിയോട് നമുക്ക് സന്തോഷമുണ്ടാവും, അവർ നല്ലത് പറഞ്ഞതിനാൽ. അങ്ങനെയാണ് ആരും നല്ലത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സൈക്കോളജി, അതാണ് ഏറ്റവും വലിയ മോട്ടിവേറ്റ്. ഹുസ്നുൽ കലാം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തീബുൽ കലാം അതിപ്രധാനപ്പെട്ട ഒന്നാണ്. മുസ്ലിമീങ്ങൾ ഒരിക്കലും നല്ല വാചകങ്ങൾ ഒരിക്കലും തന്നെ കൈവെടിയാൻ പാടില്ല. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തെറിഭിഷേകം നടത്തി സംസാരിക്കാനോ അഭിസംബോധന ചെയ്യാനോ മറ്റുള്ളവരോട് പറയാനോ പാടില്ല. പബ്ലിക് വേദിയിൽ അനിൽ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ മുട്ടൻ തെറിയുമായി രംഗത്ത് വന്നപ്പോൾ കോഴിക്കോട്ടുകാർ അവരെ കൈകാര്യം ചെയ്തു. എങ്ങനെ ചെയ്യാതിരിക്കും? ഒരു ബിസിനസ്സിൻ്റെ മോട്ടിവേഷൻ ക്ലാസ്സിൽ അദ്ദേഹം നൽകേണ്ടത് അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങളാണോ
മോശപ്പെട്ട വാചകങ്ങൾ കൊണ്ടാണ് അഭിസംബോധന ചെയ്യേണ്ടത്. എത്രത്തോളം വളരെ നാണിപ്പിക്കുന്ന, മറ്റു സൈക്കോളജിസ്റ്റിന് പോലും നാണിപ്പിക്കുന്ന തരത്തിലായിരുന്നു മൂപ്പരുടെ ഇടപെടലുകൾ. അതുകൊണ്ട് തന്നെ സമൂഹം മൂപ്പരെ നന്നായി കൈകാര്യം ചെയ്യുകയുണ്ടായി. ഒരിക്കലും എത്ര ഉന്നതരാണെങ്കിലും നല്ലത് പറഞ്ഞില്ലെങ്കിൽ ആർക്കും നമ്മൾ പറ്റില്ല. എത്ര കോടികളുണ്ടെങ്കിലും ഒരു കാര്യവുമില്ല, നല്ലത് പറയാതെ ആരിലൂടെയും സപ്പോർട്ട് ലഭിക്കുകയില്ല. നന്മ പറയൂ, നന്മ കൈവരിക്കൂ, നന്മയുടെ സമൂഹമുണ്ടാക്കൂ, നല്ലവരാകൂ. നമ്മൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാവുക.